അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടിയുള്ള അതിതീഷ്ണമായ തൻ്റെ ആഗ്രഹങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവവചനങ്ങളും ദൈവഹൃദയത്തിന്റെ സത്യങ്ങളും പങ്കുവെക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി ഇതൊന്നും ഗ്രഹിക്കത്തക്കവണ്ണം, ഇതൊക്കെ മനസ്സിലാകത്തക്കവണ്ണം അവർക്ക് ത്രാണിയില്ല എന്ന് മനസ്സിലായി. അവരുടെ ജീവിത കാര്യങ്ങൾ, അവർ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സത്യങ്ങൾ അറിയാൻ അവർക്ക് കഴിവില്ലാതായി പോകും എന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഹൃദയം അവർക്ക് ലഭിക്കാൻ, അങ്ങനെ ഒരു ജീവിതം അവർക്ക് ലഭിക്കാൻ, അവർക്കാവശ്യമായ ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള തൻ്റെ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന് എന്ത് വേണം? അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടികൾ പ്രകാശിച്ചിട്ട് അവരെ ദൈവം എന്തിനാ വിളിച്ചെന്നറിയേണ്ടതിന്, അവർക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിനും അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ നന്നായി അങ്ങ് പ്രകാശിച്ചിട്ട് അവരെ വിളിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന് ആമേൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നും ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും അറിയാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം. ആമേൻ. വിളിച്ച ദൈവവിളിയുടെ ആശ അറിയണം. അതറിഞ്ഞെങ്കിൽ മാത്രമേ അതിലേക്ക് ചുവട് വെച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർക്ക് എത്താൻ കഴിയത്തുള്ളൂ.